ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ കാണുന്ന സസ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിൻ്റെ അടുത്തേക്ക് ഈ ഒരു കാകൾ ചുമപ്പ് കായകളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ചെറിയ തക്കാളി ഉണ്ടായി നിൽക്കുന്ന പോലെ തോന്നും, തീരെ ചെറുത്. എന്നാൽ ഈ കാണുന്നത് വിഷക്കായകളാണ്. അപ്പോൾ ഇതെന്ത് ചെടിയാണെന്ന് നിങ്ങൾ ചോദിക്കും. ഇതിൻ്റെ പേരാണ് രക്തനെല്ലി. പലരും മണിത്തക്കാളിയാണെന്ന് കരുതിയിട്ട് ഇതിൻ്റെ കായകൾ ഭക്ഷിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ കായകൾ ശരിക്കും വിഷമയമാണ്. പരമാവധി നിങ്ങൾ ഇത്തരത്തിലുള്ള കായകളെല്ലാം ഒഴിവാക്കുകയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതൊരു വിഷക്കായകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇൻ കേസ് ഇടുകയാണെങ്കിൽ തന്നെ പലരും അതിനകത്ത് അഭിപ്രായപ്പെടുന്നത് ഞാൻ ഇന്നലെയും കൂടെ കഴിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഗോൾഡൻ സ്പോട്ടിനെ പറ്റി പറഞ്ഞു. അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ജേണലുകൾ വായിച്ചിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു ദിവസം രാവിലെ ഫോണും എടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്യുന്നതല്ല. നിങ്ങൾ ഈ ഒരു കായകളൊന്ന് ശ്രദ്ധിച്ചേ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി മണിത്തക്കാളി എന്നുള്ളൊരു പേര് പലരുടെയും മനസ്സിൽ കിടക്കുന്നതുകൊണ്ട്, ഇനി കണ്ടിട്ടും ഇല്ലാത്തവരായതുകൊണ്ട് ഇത് എടുത്ത് കഴിക്കും. ഇത് കിളികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നതാണ്. പക്ഷെ അവർക്കിത് വിഷയമല്ല. ഇത് നമ്മുടെ ദഹന പ്രക്രിയകളിൽ വരുമ്പോഴാണ് ഈ കാണുന്ന ഇതിൻ്റെ കാകൾ വിഷമയമാവുന്നത്. ഇത് ശരിക്കും പ്രത്യേകിച്ച് വലിയ ആയുർവേദപരമായിട്ടുള്ള ഉപയോഗമൊന്നുമില്ല ഇതിന്. ഇതൊരു എന്താ പറയുക, ഒരു വല്ലാത്ത പടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാം ധാരാളമായിട്ട് അങ്ങ് ഉണ്ടായി ആ ഒരു ചുറ്റുപാട് മുഴുവൻ ഉണ്ടാകുന്ന ഒരു കള തന്നെയാണിത്. ഇത് ഡൈയിങ് ഏജന്റായിട്ടൊക്കെയാണ് ഇതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അല്ലാതെ നമുക്ക് ആയുർവേദത്തിലൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഉപയോഗമൊന്നും കാണുന്നില്ല. ഈ സസ്യത്തിന്റെ ഇലകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏകദേശം ഒരു കാന്താരിയുടെയും അതേപോലുള്ള ഇലയുടെ കൂട്ടൊക്കെയാണ്. പക്ഷെ രണ്ടും വ്യത്യസ്ത ഫാമിലികളാണെന്നേ ഉള്ളൂ. കണ്ടില്ലേ? ഇതിന്റെ കായകൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മണിത്തക്കാളി എന്ന് പറയുന്നത് ഉരുണ്ടിട്ടുള്ളതും അതേപോലെ, അതായത് ചെറിയ കായകളല്ല, ഇച്ചിരി ഉരുണ്ട കായകളുമാണ്. അത് നന്നായിട്ട് കറുത്ത കളറിലാണ് ഉണ്ടാവുന്നത്. യാതൊരു കാരണവശാലും ചുമപ്പ് കളറല്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. മണിത്തക്കാളി എന്നുള്ളതിനെ ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. നിങ്ങൾ ദയവ് ചെയ്ത് ഈ കാണുന്നത് ഈ റിമീനിയ ഹ്യൂമിലിസ് എന്ന ഈ സസ്യത്തെ നിങ്ങൾ ആഹാരമാക്കരുത്.